എടൂ നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഇട്ടാണ്ടല്ല എല്ലാം കിട്ടും. എല്ലാം കിട്ടിയതേ അവിടെ നീക്കോ. അയ്യോ എന്താടോ കുടുങ്ങി ഇളവിപ്പാട്. ഞാൻ അവിടെ ഉണ്ട് കേട്ടാ. സിദ്ധിയേ അവിടെ വല്ലതും കൊത്തുണ്ടോടാ? ഒരു രക്ഷയിലൊക്കെ കഴിഞ്ഞ ആഴ്ച സുരേഷിനോട് ബ്രാലിനെ കിട്ടിയെന്നാ പിടിച്ചെന്നൊക്കെ പറയണ്ടായിരുന്നു. ഒരു പൂച്ചുട്ടി പോലും കൊത്തണല്ല. സിദ്ധിയേ ഡാ ലിജോരുണ്ടാ. ആടാ ഞാൻ കണ്ടാ. സിദ്ധിയേ ഇന്നും പോയില്ലല്ലേ? കാലത്ത് തന്നെ തുടങ്ങി. കാലത്ത് മഴയായിരുന്നോ? എന്ത് മഴ? ഞങ്ങൾക്കൊന്നും ഇല്ല ഈ മഴ. ഞാൻ വർക്ക് സൈറ്റിൽ നിന്ന് വരെയാണ് ഇത്തിരി മീൻ വീട്ടിലേക്ക് ഓടിച്ചു കൊടുക്കാൻ. അതിനൊന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റണ്ടേ? എടോ പണിയുള്ളപ്പോ പണിക്ക് വെക്കൂടെ? പണിയില്ലാത്തപ്പോ ഈ പരിപാടിക്ക് ഇറങ്ങിയപ്പോഴേ കഷ്ടം. കാലത്തന്നെ മനുഷ്യന്റെ മൂടുകളായിട്ട് ഒരു പുണ്യാളം വന്നേക്കണം. ലിജോ നീ ഭയങ്കര തിരക്കിലാണല്ലേ? എന്തേ ഒന്ന് കാണണോട്ടാ. കാണാലോ. ലിജോനോട് എന്താണ് പറഞ്ഞത്? കുറച്ച് നാളായി അവനെ കാണണോ നീ ഇരിക്കണേ. ഒരു പിടുത്തം പിടിക്കണം അവനെ. ഇന്ന് പോയില്ലേ? ഇന്നൊന്നും കിട്ടിയില്ലെന്ന്. അതെ അല്ലേ? സജീവനല്ല അപ്പൊ അയാളിന്ന് പോയില്ലേ? ഇന്നെന്താണ് നേരത്തെ? ഇന്ന് പോയില്ല. എന്തു പറ്റി? ഇന്നൊരു സംഭവം നടന്നടൂ. എന്ത്? എന്റെ മീൻ എടുത്തുകൊണ്ട് പോയിടുവാരോ. മീനുണ്ടായോ? ആടോ. എന്ത് മീനായിരുന്നു? ചാളയായിരുന്നടൂ. പൊന്നും വിലക്ക് മേടിച്ചാണ്ടു. കഷ്ടം. എന്ത് ചെയ്യാനുണ്ടോ? നമുക്ക് അവിടെ എടുത്തു വെക്കാനല്ലേ പറ്റുള്ളൂ. ആകെ കഷ്ടത്തിലാടോ. ഇതുപോലുള്ള ആൾക്കാരുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ല. ഇത്രയും നാളായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് പോവാല്ലേ? സിദ്ധി ആ മീൻ പിടിച്ച പൈസ ഒന്നുമില്ലല്ലോ. അത് ഞാനേ 2 ദിവസം കണ്ട് തരാം. എത്ര നാളായി തരേട്ടാ? 2 ദിവസം കണ്ട് തരാം. ഇതേത് പൈസ? അയാൾ മീൻ മേടിച്ചു. എന്തോരുണ്ട്? ഒരു 10,000 ഉണ്ട്. അപ്പൊ അത് കൊടുക്കാൻ ഉദ്ദേശമില്ല അല്ലേ? വൈകുന്നേരം ആകെ പീടിട്ടോടില്ല. എന്തേടാ? അതല്ല, വൈകുന്നേരമുള്ള ആൾ പണിക്ക് വിളിക്കണത് ആ പീടിയാണ്. നിനക്ക് ആ സംഭവം ഉണ്ടല്ലേ? എനിക്കങ്ങനല്ലടാ. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാല് വയറുണ്ട് ഏറ്റവും. ഈ വയറിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ടെൻഷൻ വരും. പക്ഷെ ടെൻഷൻ ഉണ്ട്. കേടു ഇജല്ല പറഞ്ഞത്. ഇതുവന്റെ പഴയ വണ്ടിയാണല്ലോ. പല പല വണ്ടിയിലാണോ നീയെ പഠിക്കണ ഇപ്പൊ ആയണത്? ഞാൻ തിരക്കിലാണ്. നിനക്ക് എപ്പോഴും തിരക്കാണല്ല. കാലത്ത് നിനക്ക് തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഒത്ത് കിട്ടിയത്. നിന്നോടൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. എന്തേ? നീ ആദ്യം വണ്ടി ഓഫ് ചെയ്യും. നീ നിന്റെ പുതിയ പണി സ്ഥലത്തേക്ക് കുറെ ബംഗാളികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? അതിനെന്താണ്? അവരാകുമ്പോ കറക്റ്റായിട്ട് പണിക്ക് വരും. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വരണണ്ട. ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. എടാ നമ്മുടെ നാട്ടിൽ എന്തോരാളുകൾ പണിയിലാണ്ട് കിടക്കണം. നമ്മുടെ ആളുകൾ, മലയാളികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വരില്ല. ഒരു ദിവസം വരും, ഒരു ദിവസം വരില്ല. അവരാകുമ്പോ സ്ഥിരമായിട്ട് വരും. നിനക്കിപ്പോ മലയാളികളെ പറ്റില്ല അല്ലേ? തൽക്കാലം പറ്റുള്ളൂ. നീ ഇപ്പം കണ്ട് UK ജർമ്മനിക്ക് കുന്നംകുളത്തൊക്കെ പോകുന്നുണ്ടേ. നീ നന്നായിട്ട് പഠിച്ചതല്ലേ? നിനക്ക് ഇവിടെ നമുക്ക് ഇറങ്ങി തിരിക്കണോ? നിനക്ക് പോയിക്കൂടെ? എവിടെയെങ്കിലും പോയി സെറ്റായി കൂടെ? ഞാൻ എവിടെയും പോകണില്ല, നാട്ടിൽ തന്നെ ഉണ്ടാവും. എനിക്ക് അത്യാവശ്യം വർക്കുണ്ട്, പൈസ ഉണ്ട്. ഞാൻ ഇനി UK പോകണം. എനിക്ക് എൻ്റെ അമ്മച്ചിനെ നോക്കണം, അപ്പച്ചനെ നോക്കണം. അത് മതി, ഞാൻ പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ കാണാട്ടാ. കാണാട്ടാ. നീ അവനോട് ഇത്തരം പറഞ്ഞിട്ടാ. എന്ത്? നീ പറഞ്ഞ കുറച്ച് കൂടിപ്പോയാ പിന്നെ
നീയേ എന്റെ പറഞ്ഞിട്ടുള്ള ശരിയായിട്ടുള്ള പണിക്കൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ നിർത്തിക്കോ. വേറെ വഴി വാങ്ങിക്കോട്ടെ നീ. ഒരു സ്വസ്ഥത തരാത്തവൻ. എന്തിനാ പറഞ്ഞത്? ഇവിടെ എങ്ങനെ പറയാണ്ടിരിക്കും? 10-30 ലക്ഷം ബംഗാളിൽ ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ടാണ് ഇവന് ഈ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ജീവിക്കണ്ടേ ഇവിടെ? പിന്നെ പക്ഷെ പണിക്ക് പോകുമല്ല. കറക്റ്റ് അങ്ങനെ വേണം.